ബലിപെരുന്നാൾ ദിനത്തിലും ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രായേൽ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 42 പേരെയാണ് ഇന്ന് കൊന്നുതള്ളിയത്. ഫലസ്തീൻ പോരാളികളുടെ ഒളിപ്പോർ യുദ്ധതന്ത്രങ്ങളിൽ ഇസ്രായേലിനും വൻ തിരിച്ചടി. ഖാൻ യൂനിസിൽ 5 സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, ബലിപെരുന്നാൾ ദിവസവും ഗസയിൽ കണ്ണീർ വീഴുകയാണ് ഉണ്ടായത്. രൂക്ഷമായ ആക്രമണമാണോ ഇസ്രായേൽ നടത്തിയത്? ദിവ്യ, തീർച്ചയായിട്ടും ആക്രമണം വ്യാപകമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് മാത്രം മരണം 50-ന് മുകളിലേക്ക് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പട്ടിണി അതിൻ്റെ പാരമ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇനിയും ഒരുപാട് മരണങ്ങൾ പട്ടിണി മൂലം സംഭവിക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി UN നൽകുന്നുണ്ട്. അതേസമയം ഒരു അടിയന്തര വെടിനിർത്തലിന് വേണ്ടി നേരത്തെ UN രക്ഷാസമിതി അവതരിപ്പിച്ച പ്രമേയം പോലും അമേരിക്കയുടെ വീറ്റോ പ്രകാരം പരാജയപ്പെടുകയായിരുന്നു. ഇതിൽ ശക്തമായിട്ടുള്ള ഒരു നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് UN സെക്രട്ടറി ജനറൽ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെറുത്തുനിൽപ്പ് വളരെ ശക്തമായി തുടരുന്നു എന്നതാണ് ഇന്നത്തെ ഗസയിൽ നിന്നുള്ള മറ്റൊരു സംഭവം. 5 സൈനികർ കൊല്ലപ്പെട്ടതായും 17 പേർക്ക് പരിക്കേറ്റതായിട്ടും ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. കാരണം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ഹമാസിൻ്റെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് മൂലം ഈ വലിയ തോതിലുള്ള സൈനിക നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങൾ കരുതലോടെ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയതായിട്ടും ഏറ്റവും അവസാനം റിപ്പോർട്ടുകൾ ലഭ്യമാവുന്നുണ്ട്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ബലിപെരുന്നാൾ ദിനത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 42 ഫലസ്തീനികളാണ്. വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്.